ലോകത്തിന്റെ ചരിത്രത്തെ രണ്ടായി പകുത്ത് ബി.സി. എന്നും എ.ഡി. എന്നും വേർതിരിച്ച ഒരേയൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഒരു രാജാവിനെപ്പോലെ കൊട്ടാരത്തിൽ ജനിക്കുകയോ പടയാളികളെ കൂട്ടി ലോകം വെട്ടിപ്പിടിക്കുകയോ ചെയ്യാതിരുന്നിട്ടും 2000 വർഷങ്ങൾക്കിപ്പുറവും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്ന ആ മനുഷ്യനാരാണ്? സ്നേഹമെന്ന വാക്കിന് ജീവൻ നൽകിയ യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ ബെത്ലഹേം എന്ന ചെറിയ ഗ്രാമത്തിൽ മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു രാത്രിയിലാണ് ആ ജനനം നടന്നത്. ലോകത്തിന്റെ മുഴുവൻ രാജാവാകേണ്ടവൻ, പക്ഷേ അവന് ജനിക്കാൻ ഒരിടം പോലും സത്രങ്ങളിൽ ലഭിച്ചില്ല. ഒടുവിൽ ഒരു പുൽത്തൊട്ടിയിൽ കന്നുകാലികളുടെ നടുവിൽ കന്യകയായ മറിയത്തിനും ജോസഫിനും അവൻ മകനായി പിറന്നു. ആകാശത്തുദിച്ച ഒരത്ഭുത നക്ഷത്രം കണ്ട് കിഴക്കുനിന്നുള്ള വിദ്വാൻമാരും മാലാഖമാരുടെ അറിയിപ്പ് ലഭിച്ച ആട്ടിടയന്മാരും ആ കുഞ്ഞിനെ വണങ്ങുവാനെത്തി. അതെ, അതൊരു സാധാരണ ജനനമായിരുന്നില്ല. തന്റെ 30-ാം വയസ്സുവരെ അവൻ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ഒരു തച്ചനായി മരപ്പണി ചെയ്ത് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു. എന്നാൽ 30-ാം വയസ്സിൽ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റതോടെ ലോകം കാത്തിരുന്ന ആ ചരിത്രം തുടങ്ങുകയായി. പിന്നീടുള്ള 3.5 വർഷങ്ങൾ ഇസ്രായേലിന്റെ തെരുവുകളിൽ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. അവൻ നടന്ന വഴികളിലെല്ലാം രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ജന്മന അന്ധരായവർക്ക് കാഴ്ച ലഭിച്ചു. ചെവി കേൾക്കാത്തവർ കേട്ടു. മുടന്തർ നടന്നു. എന്തിന്, മരിച്ചുപോയവരെപ്പോലും അവൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഒരിക്കൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വിശന്നപ്പോൾ വെറും 5 അപ്പവും 2 മീനും കൊണ്ട് അവൻ അവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി. മറ്റൊരു രാത്രിയിൽ ആഞ്ഞടിച്ച കാറ്റിനെയും ഇരമ്പിവന്ന തിരമാലകളെയും നോക്കി അടങ്ങുക എന്ന് കൽപ്പിച്ചപ്പോൾ കടൽ പോലും അവനെ അനുസരിച്ചു. പക്ഷേ യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നുമായിരുന്നില്ല. അത് അവന്റെ സ്നേഹമായിരുന്നു. അന്നത്തെ സമൂഹം വെറുക്കപ്പെട്ടവരായി കണ്ടിരുന്ന പാപികളെയും ചുങ്കക്കാരെയും സ്ത്രീകളെയും അവൻ ചേർത്തുപിടിച്ചു. നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്നു പറഞ്ഞ് മരണത്തിന്റെ വക്കിൽ നിന്ന് അവനൊരു സ്ത്രീയെ രക്ഷിച്ചത് ലോകം ഇന്നും അത്ഭുതത്തോടെയാണ് ഓർക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നവൻ പഠിപ്പിച്ചു. എന്നാൽ ആ നന്മയും സത്യവും ചില മതപ്രമാണികൾക്കും അധികാരികൾക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി. ഒടുവിൽ തന്റെ പ്രിയ ശിഷ്യനായ യൂദാസ് വെറും 30 വെള്ളിക്കാശിന് അവനെ ഒറ്റിക്കൊടുത്തു. ഗെത്സേമനെ തോട്ടത്തിൽ വെച്ച് പട്ടാളക്കാർ അവനെ പിടിച്ചു. പിന്നീട് ലോകം കണ്ടത് ക്രൂരതയുടെ മുഖമായിരുന്നു. കുറ്റമൊന്നും ചെയ്യാത്ത അവനെ അവർ ചാട്ടവാറുകൊണ്ടടിച്ചു, മുഖത്ത് തുപ്പി, പരിഹസിച്ചു, മുള്ളുകൾ കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചു. ഒടുവിൽ താൻ തന്നെ ചുമന്ന ഭാരമേറിയ കുരിശിൽ കാൽവരി മലയുടെ മുകളിൽ ആണിപ്പഴുതുകളിൽ അവൻ തൂക്കിലേറ്റപ്പെട്ടു. കൊടിയ വേദന അനുഭവിക്കുമ്പോഴും തന്നെ ക്രൂശിച്ചവർക്കുവേണ്ടി, പിതാവേ, ഇവർ ചെയ്യുന്നതിന്നതെന്ന് ഇവർ അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തന്റെ ജീവൻ വെടിഞ്ഞു. സൂര്യൻ ഉരുണ്ടു, ഭൂമി കുലുങ്ങി. അവനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. വലിയൊരു കല്ലുവെച്ച് ആ കല്ലറ അവർ മുദ്രവെച്ചു. എല്ലാം അവസാനിച്ചു എന്ന് ശത്രുക്കൾ കരുതി. പക്ഷേ കഥ അവിടെ തീർന്നില്ല. അതാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. 3-ാം നാൾ അതിരാവിലെ കല്ലറയിലേക്കെത്തിയ സ്ത്രീകൾ കണ്ടത് ഉരുട്ടിമാറ്റപ്പെട്ട കല്ലും ശൂന്യമായ കല്ലറയുമാണ്. അതെ, മരണം അവനെ തോൽപ്പിച്ചില്ല, മറിച്ച് അവൻ മരണത്തെ ജയിച്ചു. യേശു ഉയിർത്തെഴുന്നേറ്റു. പിന്നീട് 40 ദിവസത്തോളം അവൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും സമാധാനത്തിന്റെ സന്ദേശം നൽകുകയും ചെയ്തു. ഇന്നും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്നത് ആ യേശു മരിച്ചവരിലല്ല, ജീവിക്കുന്നവനാണ് എന്നാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വഴിയായി അവൻ ഇന്നും നിലകൊള്ളുന്നു. ഇതാണ് യേശു. വെറുമൊരു ചരിത്രപുരുഷനല്ല, സ്നേഹത്തിന്റെ പര്യായം. അപ്പോസ്തലനായ പൗലോസിന്റെ വീഡിയോ കാണാൻ ദയവായി ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പരിശോധിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.